ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് പേര് കുറേ ദിവസമായിട്ട് എനിക്ക് മെസ്സേജിലൂടെയും കമൻസിലൂടെയൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കുറേ ആൾക്കാർ ഈ ഒരു ടോണോസ് എന്ന് പറയുന്ന ബോട്ടിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റിയൽ ആണോ, ഇതിന് ക്യാഷ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. വർക്കിംഗ് ആണോ എന്ന് അറിയേണ്ടവരുണ്ട്, എങ്ങനെ വിഡ്രോ അടിക്കണം എന്ന് അറിയേണ്ടവരുണ്ട്, എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് അറിയേണ്ടവരുണ്ട്. ഇതെല്ലാം തന്നെ ചോദ്യങ്ങൾ എനിക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതിന് മുമ്പും നമ്മൾ ഇതുപോലത്തെ ഒരു ബോട്ടിനെ അനലൈസ് ചെയ്ത് വീഡിയോ ഇട്ടിരുന്നു. അത് കാണാത്തവർക്ക് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ചാനലുണ്ട്, തീർച്ചയായിട്ടും പോയി കാണുക. അടുത്തതായിട്ട് ഏത് ബോട്ടാണ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എന്നെ കമൻസിലൊന്ന് അറിയിക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ബോട്ടിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ ടോണോസ് എന്ന് പറയുന്ന ടോൺ മൈനിങ് ബോട്ടാണ്. ഓക്കെ, ടോൺ ആണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്. എന്താണ് ടോൺ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇന്നലെ ചെയ്ത വീഡിയോയിൽ വരെ നമ്മൾ ഇന്നലെ കാറ്റിസിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ ടോൺ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ്. ആ സെയിം ടോൺ തന്നെ നമുക്ക് ഇന്ന് മൈൻ ചെയ്യാൻ, ഫ്രീ ആയിട്ട് മൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ടോൺ എടുക്കാൻ പറ്റും. ഫ്രീ ആയിട്ടാണെങ്കിൽ സ്പീഡ് കുറവായിരിക്കും. ആസ് യൂഷ്വൽ ലെവൽ 1 1 GHz ആണ് സ്പീഡ് ഉള്ളത്. അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂടും. ഓക്കെ, അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് ടോൺ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ നമുക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, നമുക്ക് വിഡ്രോൽ കിട്ടുമോ, സേഫ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് തന്നെ ഈ ഒരു ബോട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്രേ ഉള്ളൂ. ഡെയിലി കയറുമ്പോൾ ഫ്രീ ആയിട്ട് നമ്മളൊന്നും ചെയ്യാതെ, ടാപ്പൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് എന്നും ടോൺ ഇങ്ങനെ കയറും. 1 GHz ആണ് സ്പീഡ്. അതിനുശേഷം നമുക്കിവിടെ ക്ലെയിം അടിച്ച് കഴിഞ്ഞാൽ ക്ലെയിം ആക്കാം. ഓക്കെ, ഇവിടെ ക്ലെയിം സക്സസ് ആയിട്ടുണ്ട്. ക്ലെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോണിൽ നമ്മുടെ ബാലൻസ് ക്ലെയിം ആയത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 2-3 ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് മൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്കണ്ടേ, എന്നാലേ നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റൂ. അപ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ 500 ഫ്ലോക്കി എന്ന് പറഞ്ഞ മീം കോയിൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ജോയിനിങ് ബോണസ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ടോൺ നമുക്കിപ്പോൾ മൈൻ ചെയ്യാം. 2 ദിവസം കൊണ്ടാണെങ്കിൽ 0.008 കിട്ടിയത്. അപ്പോൾ അത് വിഡ്രോ അടിക്കാനാണെങ്കിൽ വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വാലറ്റ് അഡ്രസ്സ് കൊടുത്ത് എമൗണ്ടും കൊടുത്തു കഴിഞ്ഞാൽ വിഡ്രോ അടിക്കാം. വിഡ്രോ അടിക്കുന്ന മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ 0.4 ടോണാണ് നമുക്ക് കിട്ടുക, മിനിമം. ഓക്കെ, മിനിമം നമ്മളുടെ ബാലൻസിൽ 0.4 ആവണം. നിങ്ങൾ 30 ദിവസം ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ ഒരു ടോണോവേഴ്സ് ബോട്ടിൽ മൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 0.4 ടോൺ 30 ദിവസം കഴിയുമ്പോൾ വിഡ്രോ അടിക്കാം. അതിന് നെറ്റ് ഓഫ് ഫീ ആയിട്ട് 0.01 ടോൺ പോകും. എങ്കിലും നമുക്ക് 0.01 എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചുള്ളൂ. അപ്പോൾ 0.4 ആക്കി കൂട്ടാം. അപ്പോൾ അതിൻ്റെ പ്രൈസ് എത്ര നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാനിവിടെ ബൈബിറ്റിൽ നമ്മളുടെ ടോണിൻ്റെ ട്രേഡിംഗ് പേജ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ട്രേഡിലേക്ക് പോയിട്ട് 0.4 ടോണിൻ്റെ പ്രൈസ് എത്രയാണ് നോക്കി കഴിഞ്ഞാൽ $2. ഓക്കെ, $2. അപ്പോൾ നിങ്ങൾക്ക് 30 ദിവസം കൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ $2, ഏകദേശം ഒരു $2 ഇപ്പോഴത്തെ പ്രൈസിനനുസരിച്ച്. ഇനി നമുക്ക് പ്രൈസ് കൂടുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. ഇപ്പോൾ കുറച്ച് ഡമ്പിലാണ് ഉള്ളത്, ഇനി മേലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി പ്രൈസ് കൂടിയേക്കാം. ഏകദേശം നിങ്ങൾ 2.5 കൂട്ടം എന്തായാലും ആവറേജ് ആയിട്ട്. അപ്പോൾ 30 ദിവസത്തിൽ നിങ്ങൾക്ക് $2 എല്ലാ മാസവും ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ഫ്രീ ആയിട്ട് നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തില്ലെങ്കിൽ. ഇനി അപ്ഗ്രേഡ് ചെയ്താൽ എത്ര കിട്ടും? കുറേ ആൾക്കാർ അപ്ഗ്രേഡ് ചെയ്തവരുണ്ട്. എന്നോട് കുറേ ആൾക്കാർ മെസ്സേജ് ചോദിച്ചു, ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തു, ഇനി എത്രയാണ് നമുക്ക് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ആൻസറും പറയാം. അതിന് മുമ്പ് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ബാക്കി എന്തൊക്കെ കാര്യങ്ങളുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് ഫ്ലോക്കി വിഡ്രോ അടിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഫ്ലോക്കിയിൽ വിഡ്രോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 40,000 ഫ്ലോക്കിയാണ് നമുക്ക് വിഡ്രോ അടിക്കാൻ മിനിമം വേണ്ടത്. മിനിമം 40,000 ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഫ്ലോക്കി കിട്ടും നോക്കി കഴിഞ്ഞാൽ മിഷൻസിലേക്ക് പോവുക. ഇവിടെ കുറേ ടാസ്കുകളുണ്ട്. ഒരു ടെലഗ്രാം ചാറ്റ് ജോയിൻ ചെയ്യുക, ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുക. ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ 1000 ഫ്ലോക്കി കിട്ടും. പിന്നെ അങ്ങോട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ടാസ്ക് നോക്കുകയാണെങ്കിൽ മൈനിങ് ബൂസ്റ്റർ മേടിക്കാനാണ്. അതിൻ്റെ കാര്യം ഞാൻ പറയാം. അതുപോലെ തന്നെ എക്സ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കണക്റ്റ് വാലറ്റ് കൊടുക്കുക, അങ്ങനെ കുറേ ടാസ്കുകൾ ഇതൊക്കെ ചെയ്യുന്നതോറും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഫ്ലോക്കി റിവാർഡായിട്ട് കിട്ടും. അങ്ങനെ 40,000 ആകുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ അടിക്കാം. ഓക്കെ, റഫറിലേക്ക് വന്ന ആസ് യൂഷ്വൽ എല്ലാ ബോട്ടിലുള്ള പോലെ റഫറിൽ ഇതിലുണ്ട്. ഒരു ഫ്രണ്ടിനെ റഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 ഫ്ലോക്കി കിട്ടും എന്നാണ് ഇവർ പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വാലറ്റാണ്. വാലറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലെയിം ചെയ്തതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും കാണാം. നമ്മൾ ജോയിനിങ് ബോണസ് ആയിട്ട് കിട്ടിയതും കാണാം. ഒരു 500 0.08 ഞാനിപ്പോൾ ക്ലെയിം ചെയ്തത് എനിക്ക് ഇവിടെ ഉണ്ട്. പിന്നീട് നിങ്ങൾക്ക് ടോസ് ബാലൻസ്, ഫ്ലോക്കി ബാലൻസ്, ടോൺ ബാലൻസ്, ഈ 3 ബാലൻസ് ഇവിടുന്ന് കാണാനും പറ്റും. അതുപോലെ തന്നെ കണക്റ്റ് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. നമ്മളുടെ ടോൺ വാലറ്റോടെ കണക്ട് ചെയ്യാനുള്ളതാണ്. അതെന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ വീണ്ടും ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടോസ് എന്ന് പറയുന്ന സംഭവം കാണാം. ഇവരുടെ മെയിൻ ഒരു എയർ ഡ്രോപ്പ് കൊടുക്കാൻ പോകുന്നത് ടോസ് ആണ് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ടോൺ മൈൻ ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഇവരുടെ ഫ്യൂച്ചർ എയർ ഡ്രോപ്പ് ആയിട്ടുള്ള ടോസും നമുക്ക് കിട്ടും. ഇത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവർ ഫ്യൂച്ചറിൽ എയർ ഡ്രോപ്പ് നടത്തുന്ന ഒരു ടോക്കൻ്റെ പേരാണ് ടോസ്. ടോസ് എന്ന് പറഞ്ഞാൽ ടോൺ OS എന്നാണ് പേര്. അപ്പോൾ ഈ ടോസ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ടോസിൻ്റെ ബോട്ട് യൂസേഴ്സിന് 50% എയർ ഡ്രോപ്പ് അലോക്കേഷൻ ഇവർ കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോസിൻ്റെ അലോക്കേഷൻ വീണ്ടും കൂടും. പിന്നീട് സ്പീഡ് കൂട്ടും. നിങ്ങൾ ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കൂടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അതിൽ വിഡ്രോയിൽ കിട്ടുന്നുണ്ടോ, അതാണല്ലോ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. ഇത് ഞാൻ മുൻപ് വീഡിയോ ഇട്ട ബോട്ടിനെ പോലെ തന്നെയാണ്. നിങ്ങൾ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് വിഡ്രോയിൽ കിട്ടുന്നുണ്ട്. വിഡ്രോയിൽ ഇപ്പോൾ കറൻറ്റ്ലി വർക്കിംഗ് ആണ്, എല്ലാവർക്കും വിഡ്രോയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്ത കാര്യമാണ്. ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് മൈൻ ചെയ്യുന്നുണ്ട്. ഞാനിതെല്ലാം വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിഡ്രോയിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാ കാലത്തും കിട്ടണമെന്ന് ഒരു ഉറപ്പില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മാത്രമായിരിക്കും ചിലപ്പോൾ കിട്ടുക. കുറച്ച് കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇടാതെ ചെയ്യുക. ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അപ്ഗ്രേഡ് ചെയ്ത് വരെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് എല്ലാവരും ചെയ്യണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇത് വർക്കിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാനാണ് എൻ്റെ കയ്യിലുള്ള പൈസ മുടക്കിയിട്ട് ഞാൻ കാണിച്ചിരുന്നത്.
ഓക്കെ, എനിക്കും വെറുതെ കിട്ടുന്നല്ല, ഞാനും ഇതുപോലെ വർക്ക് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കുന്ന ക്യാഷാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇനി ടോസ് മൈൻ ചെയ്യാൻ വേണ്ടി ടോസ് മൈനിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണാം യു നീഡ് ടു റെൻറ്റ് അറ്റ്ലീസ്റ്റ് 1 മൈനർ ടു ആക്ടിവേറ്റ് ടോസ് മൈനിങ്. അപ്പോൾ ടോസ് എന്ന് പറയുന്ന ഇവരുടെ കോയിൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ടോസ് മൈനിങ് ഏതെങ്കിലും ഒരു മൈനിങ് റിഡ്ജ് അല്ലെങ്കിൽ മൈനിങ് ഡിവൈസ് ബൂസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് മൈനറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ i5, i7, i9 എന്ന് പറയുന്ന 3 പ്രോസസ്സറുകൾ കൊടുത്തിട്ടുണ്ട്. 3 നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ കയ്യിലുള്ള ടോൺ കൊടുക്കണം. ഓക്കെ, ടോൺ കൊടുത്താൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ള കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ i5 നോക്കുകയാണെങ്കിൽ i5ൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 10 GHz ആണ് ഹാഷ് റേറ്റ്. ഓക്കെ, അതുപോലെ തന്നെ i7 നോക്കുകയാണെങ്കിൽ 100 ആയി മാറും. അതുപോലെ തന്നെ i9ലേക്ക് വരികയാണെങ്കിൽ 1000 GHz/s ആയിട്ട് ഇവരുടെ ഹാഷ് റേറ്റ് കൂടും, എന്ന് വെച്ചാൽ മൈനിങ്ങിൻ്റെ സ്പീഡ് കൂടും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ i5 ഏറ്റവും കുറഞ്ഞത് i5 ആണ്. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കുറഞ്ഞത് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ പൈസ കിട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാനാണെങ്കിൽ എനിക്ക് ഏറ്റവും സുഖം എന്ന് പറഞ്ഞാൽ i5 കാണിച്ചു തരാനാണ്. അപ്പോൾ നിങ്ങൾ ആരും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ പൈസ പോയെന്നും വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു i5 പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈനിങ് പവർ കിട്ടുക 10 GHz ആണ്. 30 ദിവസത്തേക്കാണ് നമ്മളുടെ ഈ ഒരു പർച്ചേസ്. ഓക്കെ, 30 ദിവസം കഴിഞ്ഞാൽ ഇത് എക്സ്പയർ ആവും. പിന്നീട് 30 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. റെൻ്റൽ പ്രൈസ് ഒരെണ്ണം നമുക്ക് മേടിക്കുകയാണെങ്കിൽ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1.51 ടോൺ ആണ്. ഓക്കെ, അതിൻ്റെ 30 ദിവസം കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്ന ടോണിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2.07 ടോൺ ആണ്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും നിങ്ങളുടെ ഡെയിലി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 4%, 4.8% ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ 30 ദിവസത്തെ ഏണിങ്സ് നിങ്ങൾ ഇട്ട എമൗണ്ടും അതുപോലെ തന്നെ ഒരു 146% നിങ്ങൾക്ക് 30 ദിവസം ആകുമ്പോഴത്തേന് റിട്ടേൺ കിട്ടുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം, കിട്ടിയോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിലവിൽ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വരെ കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ 2 i5 പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളോട് ഇത് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വരിക, അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ വെക്കുക. ഓക്കെ, അല്ലാതെ ഇത് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 ദിവസം കഴിയുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച വാല്യൂ എത്ര ഞാൻ മറന്നുപോയി, ആ ഒരു വാല്യൂ നിങ്ങൾക്ക് 30 ദിവസം കഴിയുമ്പോൾ വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഫ്രീ ആയിട്ട് തന്നെ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, 2 എണ്ണം കൊടുത്തു. അതിനുശേഷം കണക്ട് വാലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വാലറ്റ് കണക്ട് ചെയ്യണമെന്ന് ചോദിക്കും. ഞാനിവിടെ ടോൺ കീപ്പർ കൊടുത്തു. ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ടോൺ കീപ്പറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ടോൺ കീപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അവിടെ കണക്ട് വാലറ്റ് കൊടുത്തു. വാലറ്റ് കണക്ട് ആയി കഴിഞ്ഞു. 2 i5 ആണ് ഞാനിപ്പോൾ വാങ്ങുന്നത്. 2 i5 വാങ്ങിയാൽ എനിക്ക് 20 GHz/s സ്പീഡ് കിട്ടും. അപ്പോൾ അതിന് ഞാൻ കൊടുക്കേണ്ട പൈസ അല്ലെങ്കിൽ ടോൺ എന്ന് പറഞ്ഞാൽ 3.02 ടോണാണ്. ഞാനിപ്പോൾ റെൻറ്റ് മൈനർ കൊടുത്തു. റെൻറ്റ് മൈനർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വർക്കിംഗ് ആവും. വർക്കിംഗ് ആയി കഴിഞ്ഞാൽ എനിക്കിവിടെ ട്രാൻസാക്ഷൻ ചെയ്യേണ്ടി വരും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം അത്യാവശ്യം ഒരു $21 ബാലൻസ് ഉണ്ട്. അതിൽ $20 ഞാനിപ്പോൾ പേ ചെയ്യേണ്ടി വരികയാണ്. $20 ഞാൻ പേ ചെയ്തു. ഓക്കെ, ഞാനിവിടെ പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോസ് ബാലൻസിൽ 10,000 ടോസ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ സ്പീഡ് ഇവിടെ 21 GHz ആയിട്ട് കൂടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം ടോസ് മൈനിങ്ങിലേക്ക് വന്നാൽ ടോസ് മൈനിങ് നമുക്ക് സ്റ്റാർട്ട് ആയത് കാണാൻ പറ്റും. ഇവിടെ ലെവൽ 1 തന്നെയാണ്, ഇതിൻ്റെ സ്പീഡൊന്നും കൂടിയിട്ടില്ല. നമുക്ക് ടോൺ മൈനിങ്ങിൻ്റെ സ്പീഡാണ് ഇവിടെ കൂടിയത്. ഓക്കെ, നമുക്ക് ടോണാണല്ലോ വേണ്ടത്. ഈ ടോസ് ലിസ്റ്റ് ആവോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. ടോണാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ സ്പീഡ് 21 GHz ആയിട്ട് കൂടിയിട്ടുണ്ട്. ഞാൻ ചെയ്ത പോലെ ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു മാസം വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാം. ഇതുപോലെ ഞാൻ ഇട്ട പോലെ പൈസ ഇടണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. നിങ്ങളെല്ലാവരും ഇങ്ങനെ പൈസ ഇട്ടാൽ വിഡ്രോ കിട്ടുമോ, അതുപോലെ തന്നെ വർക്കിംഗ് ആണോ എന്നൊക്കെ ചോദിച്ചവർക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് എൻ്റെ കയ്യിലുള്ള ക്യാഷ് മുടക്കി ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. അടുത്തതായിട്ട് ചെയ്യേണ്ട ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻസിൽ പറയുക. ഇതിൽ നിന്ന് എനിക്കിനി കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും ടെലഗ്രാം ചാനലിൽ ഫോളോ ചെയ്ത് വെക്കുക. എൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ കയ്യിൽ നിന്ന് ₹1 നഷ്ടപ്പെട്ടു പോകും എന്ന് തോന്നുന്ന ഒരു പ്രൊജക്റ്റിൽ നിങ്ങളുടെ ₹1 പോലും ഇടണമെന്ന് പറയുന്നില്ല. അതുപോലെ തന്നെയാണ് ഇതിലും. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഹോട്ട് വാലറ്റ്, കാറ്റിസൺ, അതിലേക്ക് നമ്മൾ ഗ്യാസ് ഇട്ടത് അതിൽ ബൈനാൻസ് ലാബ് പോലുള്ള അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഇതിലങ്ങനെ ആരുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഉറപ്പുമില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഇത് കണ്ട് ആരും എൻ്റെ പാത പിന്തുടരാതിരിക്കുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അല്ലാതെ ആരോടും ഞാനിതിലേക്ക് നിങ്ങളുടെ പൈസ ഇടണമെന്ന് പറയുന്നില്ല. ടോണോസ് ബോട്ടിൻ്റെ ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്ത എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ അറിയിക്കുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, അത്രയും പൈസ മുടക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്നൊരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ചെയ്യുക. ടെലഗ്രാമിലും ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ടെലഗ്രാമിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.